അടുത്തത് 36ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മീനിങ് ഓഫ് ക്രിയേറ്റിവിറ്റി ആൻഡ് വാരിയസ് സ്റ്റേജ്. നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം തന്നെ. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, വാരിയസ് സ്റ്റേജസ് ഓഫ് ക്രിയേറ്റിവിറ്റി. ഇതിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ക്രിയേറ്റിവിറ്റി ഈസ് ഹൈലി അഡ്വാൻസ്ഡ് തോട്ട് പ്രോസസ് ദാറ്റ് ഇൻവോൾവ് ജനറേറ്റിംഗ് നോവൽ ആൻഡ് ഒറിജിനൽ ഐഡിയാസ് ദാറ്റ് ആർ റെലവൻറ്റ് ആൻഡ് യൂസ്ഫുൾ ടു ഒരു ഗിവൻ സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷനിൽ എന്താണ് യൂസ് ചെയ്യാൻ പറ്റുന്ന പുതിയ നോവലായിട്ടുള്ള ഒരു ഐഡിയക്കാണ് എന്ത് പറയുക, ക്രിയേറ്റിവിറ്റി എന്ന് പറയും. അപ്പം ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ച സമയത്ത് ഒരുപാട് ഡെഫിനേഷൻസ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു വിശദീകരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അത് നിങ്ങൾ നോക്കാം. കോർ ഡെഫിനിഷൻ ഇത് ക്രിയേറ്റിവിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, നൊവാലിറ്റി ഉണ്ടായിരിക്കും, യൂസ്ഫുൾനെസ് ഉണ്ടായിരിക്കും. പുതുതായിട്ട് ഉണ്ടായതേക്കാരം, അതിന് ഉപയോഗം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഗോൾ ഡയറക്റ്റഡ് തിങ്കിങ്, ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന പുതിയതായി കണ്ടെത്തിയ ഒരു വഴിയായിരിക്കും. പിന്നെ അത് കോംപ്ലക്സിറ്റി ആയിരിക്കും. ഒരു കോഗ്നിറ്റീവ് എന്താണ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോഗ്നിറ്റീവ് എബിലിറ്റി മാത്രമല്ല, ഇൻ്റലക്ച്വൽ ഫങ്ഷനും കൂടിയാണ്. ബ്രെയിന്, പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്, എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്, ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് വരുന്നതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ. പിന്നെ അടുത്തത് കോഗ്നിറ്റീവ് മെക്കാനിസം. ഇതെന്താണ്, ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ കോഗ്നിറ്റീവ് മെക്കാനിസം ആണ്. അതിലൂടെ നമ്മൾ ഇൻഫോർമേഷൻസ്, ലാംഗ്വേജ്, മെൻ്റൽ റെപ്രസെൻറ്റേഷൻസ്, ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്നത്. പിന്നെ ക്രൈറ്റീരിയ ഫോർ ക്രിയേറ്റീവ് പ്രൊഡക്റ്റ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. നോവാലിറ്റി ആൻഡ് യൂസ്ഫുൾനെസ്, റിജക്ഷൻ ഓഫ് അക്സെപ്റ്റഡ് ഐഡിയാസ്, പിന്നെ അതുപോലെ മോട്ടിവേഷൻ ആൻഡ് പെർസിസ്റ്റൻസ്, ഓർഗനൈസേഷൻ, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു. പിന്നെ ഇതിൽ പറഞ്ഞ റിയൽ ലൈഫ് എക്സാമ്പിൾ, മൊണാലിസ റിയൽ ലൈഫ് എക്സാമ്പിളൊക്കെ നിങ്ങൾ നോക്കി പോവുക. അത് സിമ്പിൾ ആയതുകൊണ്ട് പറയണില്ല. പിന്നെ സ്റ്റേജ് ഓഫ് ക്രിയേറ്റിവിറ്റി, ഇതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. വാലാസ് മോഡൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഡിസ്കസ് ചെയ്തത് 1926 മോഡലാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടെ വിശദമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ തന്നെയാണ് അതിൻ്റെ രക്തചുരുക്കം. അതിവിടെ പറയുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യണം, അത് വായിച്ച് നോക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, 37ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ആസ്പെക്ട്സ് ആൻഡ് തിയറീസ് ഓഫ് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തിയറികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത്, കോർ ക്രൈറ്റീരിയ ഫോർ ക്രിയേറ്റീവ് തിങ്കിങ്. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നെയാണ്. നൊവാലിറ്റി, യൂസ്ഫുൾനെസ്, റിജക്ഷൻ ഓഫ് ആക്സെപ്റ്റഡ് ഐഡിയാസ്. ഇപ്പോൾ നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞ തന്നെയാണ്. അത് വിശദീകരിക്കണില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക. പിന്നെ സ്റ്റേൺബർഗിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് കോൺഫിഡൻസ് തിയറി, നമ്മൾ നേരത്തെ തൊട്ട് മുകളിൽ കോൺഫിഡൻസ് തിയറി പറഞ്ഞാണല്ലോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് കോൺഫിഡൻസ് തിയറി, അതിൻ്റെ റിസോഴ്സസും കാര്യങ്ങളൊക്കെയാണ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ നോക്കിയാൽ മതി. ഒന്നെന്താണ്, ഇൻ്റലക്ച്വൽ എബിലിറ്റീസ്, നേരത്തെ പറഞ്ഞതാണ്. ഇൻ്റലക്ച്വൽ എബിലിറ്റി, നോളജ്, സ്റ്റൈൽ ഓഫ് തിങ്കിങ്, പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മോട്ടിവേഷൻ, നമ്മൾ ഇതിന് തൊട്ട് 4ാമത്തെ 5ാമത്തെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആസ്പെക്ട്സ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്, ഇത് നമ്മൾ ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി. ക്രിയേറ്റീവ് തിങ്കിങ്ങിൻ്റെ വ്യത്യസ്ത ആസ്പെക്ട്സ്, ഫ്ലുവൻസി ഉണ്ടായിരിക്കും, അതുപോലെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കും, ഒറിജിനാലിറ്റി ഉണ്ടായിരിക്കും, എലാബറേഷൻ ഉണ്ടായിരിക്കും. ഇത് അത്ര ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനുള്ള അല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവണോണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഫാസ്റ്റിൽ പോവാണ്. സ്റ്റേജസ് ഓഫ് ക്രിയേറ്റിവിറ്റി, ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞാണ്. പ്രിപ്പറേഷന്, ഇൻക്യുബേഷൻ, അതുപോലെ ഇല്യൂമിനേഷന്, വെരിഫിക്കേഷൻ പറഞ്ഞതാണ്. പിന്നെ ക്രിയേറ്റിവിറ്റി, ഇൻസൈറ്റ് ആൻഡ് ഇൻസൈറ്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് അതിൽ നമ്മൾ 3 തരത്തിലുള്ള എന്താണ് പ്രോബ്ലംസ് സൊല്യൂഷൻസിന് പറയാം. ഒന്ന് സെലക്റ്റീവ് എൻകോഡിങ്. ഇവിടെ വ്യത്യസ്ത രീതിയിലുള്ള ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കണം. സെലക്റ്റീവ് കോമ്പിനേഷൻ, അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ നോക്കണം. പിന്നെ സെലക്റ്റീവ് കമ്പാരിസൺ, ഇത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞതായിരുന്നു, 21ാമത്തെ ക്വസ്റ്റ്യനിൽ. അതിൻ്റെ ആൻസർ നിങ്ങൾ നോക്കുക. ഇനി അടുത്തൊക്കെ നമ്മൾ ജനറലി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ക്വസ്റ്റ്യൻ്റെ ചിലപ്പോൾ കണ്ടൻറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം. 38ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് സ്റ്റേജസ് ഇൻ ക്രിയേറ്റീവ് ഡിസ്കവറീസ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിപ്പറേഷൻ സ്റ്റേജ്, അതുപോലെ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഇൻക്യുബേഷൻ, നേരത്തെ പറഞ്ഞ തന്നെയാണ്. പക്ഷേ അതിൽ കുറച്ച് എക്സ്ട്രാ പോയിന്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ആഡ് ചെയ്തതല്ല, ഇത് ഒറ്റ ക്വസ്റ്റ്യനാണ്.
നേരത്തെ നമ്മൾ പല ഭാഗങ്ങളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് ഒറ്റ ഭാഗമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ അത് വിശദമായിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കാം. പിന്നെ അടുത്ത് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇൻ്റലിജൻസ്. ക്രിയേറ്റിവിറ്റി ഇൻ്റലിജൻസ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ക്രിയേറ്റിവിറ്റി എന്താണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റലിജൻസ് ഈസ് ദ include the ability to acquire, recall, use knowledge, understand concepts, follow instructions, and generally behave according to the rules. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് സിറ്റുവേഷനിൽ IQ ലെവലിൽ യൂസ് ചെയ്തിട്ടാണ്. ഈ ഇൻ്റലിജൻസ് അളക്കാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് IQ എങ്ങനെ അളക്കുക എന്നൊക്കെയുള്ളതിൻ്റെ ഇക്വേഷനൊക്കെ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. MPC 004 അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ, 4-ലല്ല 3-ലും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ലോവർ IQ ഉള്ള ഒരാൾക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാവണം എന്നില്ല. ഒരു മിനിമൽ IQ ഉള്ള ആൾക്ക്, ലോവർ കോറിലേഷൻ, ഒരു മിനിമൽ IQ ഉള്ള ആൾക്ക് എന്തുണ്ടാവും, മാത്രമേ ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കുള്ളൂ എന്നാണ് ഇതിൽ പറയുന്നത്. ഹൈ IQ ഉണ്ടാവണമെന്നില്ല, ഒരു മിനിമൽ IQ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരാൾക്ക് ഇൻ്റലിജൻസ് ഉണ്ടാകാൻ പാടില്ല. ത്രെഷോൾഡ് ഹൈപ്പോത്തിസിസ് എന്നാണ് അതിന് പറയുന്നത്. മിനിമം റിക്വയർമെൻറ്റ്, മിനിമം IQ ലെവൽ ഈസ് നെസസറി ഫോർ ക്രിയേറ്റിവിറ്റി. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. പിന്നെ അതിൻ്റെ നമ്പർ വാല്യൂസ്, IQ 120 ആയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് MPC 003 പറയുന്ന സമയത്ത് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ തിയറികളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. പിന്നെ ട്രയാങ്കുലർ പാറ്റേൺ, അതൊക്കെ ഇതിൽ വരുന്ന തന്നെയാണ്. ഇത് ബാക്കി നമ്മൾ സെലക്റ്റീവ് എൻകോഡിംഗ് ഒക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്, കോമ്പിനേഷൻ, സെലക്റ്റീവ് കോമ്പിനേഷൻ. പക്ഷേ ഇതിലൊക്കെ ഇടയിൽ വരുന്ന പുതിയ പുതിയ കാര്യങ്ങൾ, നമ്മൾ ചർച്ച ചെയ്യാത്ത കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അത് നിങ്ങൾ നോക്കി പോവുക. ക്വസ്റ്റ്യൻ സെയിം ആണല്ലോ എന്ന് കരുതിയിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത്. ഇത് നോക്കിയിട്ട് നിർബന്ധമായിട്ട് നോക്കി പോകണം. പിന്നെ നമ്മൾ ടൈപ്പോളജീസ് നേരത്തെ പഠിച്ചതാണ്. ഫസ്റ്റ് 2-മത്തെയോ 3-മത്തെയോ 23-മത്തെയോ 24-മത്തെ ക്വസ്റ്റ്യനിലെ ടൈപ്പോളജീസ് പഠിച്ചിരുന്നു. വെൽ ഡിഫൈൻഡ് പ്രോബ്ലംസ്, ഇൽ ഡിഫൈൻഡ് പ്രോബ്ലംസ്, അതാണ് ഇവിടെ വരുന്നത്. അത് ഞാൻ പറയണില്ല, സിമ്പിൾ തന്നെയാണ്. പ്രോബ്ലം അറേഞ്ച്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ, പക്ഷേ അതിലുള്ള എക്സാമ്പിൾ അല്ല, അവിടെ കൊടുത്ത എക്സാമ്പിൾ അല്ല ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ റിയൽ ലൈഫ് എക്സാമ്പിൾ നോക്കിയിട്ട് പോവാം. ഇനി ഇത്രയേ ഉള്ളൂ, നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം,